Maserati Grecale Trofeo, Maserati Grecale Trofeo, Maserati Grecale Trofeo, Maserati Grecale Trofeo. ഹലോ ഫ്ലൈവിലേഴ്സ്, ചില ഇറ്റാലിയൻ പേരുകൾ കുറച്ച് പാടാണ്. അത്തരം പാടുള്ളൊരു പേരാണ് ഈ മിഡ് സൈസ് സ്പോർട്ട് ക്രോസ് ഓവറിനുള്ളത്. മസറാത്തി ഗ്രിക്കാലെ ട്രോഫിയോ. ഇത് മിഡ് സൈസിൽ വന്നിരിക്കുന്ന ഒരു സ്പോർട്സ് SUV ക്രോസ് ഓവറാണ്. അടിപൊളി V6 എഞ്ചിൻ ഉണ്ട്, ചെറിയ നല്ല രസമുള്ള നോട്ടുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഡ്രൈവാണ്. മസറാത്തി ഈസ് നോൺ ഫോർ ഡൈനാമിക്സ്. അതെല്ലാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാം. ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവി. ഇറ്റലിയുടെ ഒരു പ്രോമിനൻറ്റ് ബ്രാൻഡ് അല്ലെങ്കിൽ കാർ ബ്രാൻഡിൽ തന്നെ പെടുന്നതാണ് മസറാത്തി. നമുക്ക് അറിയാവുന്ന പല ബ്രാൻഡുകളുണ്ടെങ്കിലും മസറാട്ടി എന്ന് പറയുമ്പം പണ്ട് മുതൽ തന്നെ ഒരു ഹെറിറ്റേജും ലെഗസിയും എല്ലാം കീഴ്പേരുള്ള ബ്രാൻഡാണ്. സ്പോർട്ടിങ്ങിലാണെങ്കിലും ലക്ഷറിയിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു മസറാട്ടി എന്നൊരു ഐക്കൺ ആണെങ്കിലും വളരെ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് സ്റ്റെലാൻറ്റിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ബ്രാൻഡിങ് നമുക്കിവിടെ കാണാം. ഇപ്പം ഈ ഒരു SUV എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നിൽക്കുന്ന മസറാട്ടിയുടെ ഐഡൻറ്റിറ്റി നിൽക്കുന്ന ഡിസൈൻ ആണെങ്കിൽ എഞ്ചിനീയറിംഗിലും മറ്റെല്ലാം തന്നെ ബാക്കിയുള്ള സ്റ്റെലാൻറ്റിസ് ഗ്രൂപ്പിൻ്റെ ഒരു ഐഡൻറ്റിറ്റീസ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മോഡലാണെങ്കിലും പിന്നെ ഇതിൽ തന്നെ പല വേരിയൻസ് ഉണ്ട്. മൊഡേന ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ വേരിയൻ്റ് ഉണ്ട്, ഇപ്പോൾ ട്രോഫി ഉണ്ട്. ട്രോഫി ആണ് ഏറ്റവും ടോപ്പ് എൻഡായി നിൽക്കുന്ന സ്പോർട്ടി വേരിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിൽ V6 ആണ് വന്നിരിക്കുന്നത്. മൊഡേന വളരെ ചെറിയ മോഡൽ ഇൻലൈൻ 4 സിലിണ്ടർ അല്ല ഉള്ളത്. എന്തായാലും V6 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യമുണ്ട്. പിന്നെ ഡിസൈനാണ്, അതും ഒരു ഭംഗിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മസറാട്ടിയുടെ ഈ ഒരു ഗ്രെക്കാലെ ട്രോഫിയോനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. കാരണം ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടും പലതാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രൊണൗൺസിയേഷൻ്റെ ആ ഗൂഗിളിൻ്റെ അത് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞിട്ടുള്ളത്. സോ ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പറയും. മറ്റുള്ള കാറിൽ നിന്നുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി എക്കാലത്തും മസറാട്ടി അവരുടെ കാറുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേസിലും അങ്ങനെ തന്നെയുള്ളത്. മസറാട്ടിയുടെ കുറേ എലമെൻറ്റ്സ് നമുക്ക് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ കാണാവുന്ന ഒന്ന് ഗ്രില്ലാണ്. ഇന്നിപ്പോൾ നമുക്ക് MC20 മുതൽ കണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഗ്രിൽ ട്രീറ്റ്മെൻറ്റാണ് ഇതിലുള്ളത്. അതിൽ പിന്നെ മസറാട്ടിയുടെ ട്രൈഡൻ ലോഗോവും കാണാം. അവരിങ്ങനെ നിൽക്കുന്നൊരു ഷാർപ്പായിട്ട് നിൽക്കുന്നൊരു ശൂലം എന്നുള്ള രീതിയിലുള്ള സാധനമാണ്. പിന്നെ ഈ ഒരു താഴെല്ലാം തന്നെ നമുക്ക് കാർബൺ ഫൈബർ വന്നിട്ടുണ്ട്. ആ ട്രോഫിയോയിൽ വന്നിരിക്കുന്ന എലമെൻറ്റാണ്. വലിയൊരു എയർ വെൻറ്റ് നമുക്ക് കാണാം. പിന്നെ ഹുഡിലാണെങ്കിൽ നല്ല മസിൽസ് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഷേപ്പെല്ലാം കാണുമ്പോൾ നമുക്ക് കുറച്ചെല്ലാം എനിക്ക് വേറെയുള്ള ബ്രാൻഡുകളിൽ ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ജാഗോറിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫേസിൽ മറ്റുള്ള ഒരു മസറാട്ടിയിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ലവാന്തയാണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് ലക്ഷറി SUV ഉള്ളത്. അതിന് കുറച്ച് ഡിഫറൻസ് ഇതിന് വന്നിട്ടുണ്ട്. എയർ വെൻറ്റ്സിലെല്ലാം കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് അട്രാക്റ്റീവാണ്. ഇവിടെ തന്നെ എയർ സ്കൂപ്പ് വരുന്നുണ്ട്. അവിടെ ശരിക്കും എയർ ഫ്ലോ ഉള്ള രീതിയിലുള്ള. സൈഡിൽ വരുമ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ്. അത് ബേസിക്കലി നമ്മൾ ഫെൻഡറിൽ തന്നെ ഒരു ലൈൻസും കാര്യമൊന്നുമില്ല, വീലാച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു മസറാട്ടിയുടെ 3 ആയിട്ട് നിൽക്കുന്ന എയർ വെൻറ്റ്, മസറാട്ടി ഒരു 3 എയർ വെൻറ്റ് എപ്പോൾ ഉണ്ടാകുന്ന ട്രോഫി എന്നുള്ള ലോഗോ കാണാം. അത് എല്ലാ മോഡലിലും നമുക്ക് കാണാവുന്നതാണ്. ഇത് ഡമ്മി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇതുവരെ പറയുന്നത് ഇതിൽ എയർ ഫ്ലോ ഉണ്ടെന്നുള്ളതാണ്. ഐ ഡോണ്ട് തിങ്ക് സോ. ഇനി ഇതിൽ വന്നിരിക്കുന്ന 21 ഇഞ്ചിൻ്റെ അലോയ്, അതിലും നമുക്ക് ആ ഒരു ലോഗോൻ്റെ എലമെൻറ്റ് കാണാം. ആ ഒരു 3 ശൂലമായിട്ടുള്ള ലോഗോത്തിൻ്റെ ട്രിനിറ്റി എലമെൻറ്റ് കാണാം. പിന്നെ വലിയൊരു സൈഡ് വ്യൂ മിറർ ഉണ്ട്. ഇവിടെ നമുക്ക് 360 ക്യാമറ ഉണ്ട്. സൈഡിൽ ശരിക്കും ഒരു ഭയങ്കര ഒരു ഫ്ലഷി ആയിട്ട് നിൽക്കുന്ന ഒരു സൈഡ് പ്രൊഫൈൽ ലൈനൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്ലഷായി നിൽക്കുന്ന ഹാൻഡിലുണ്ട്. പക്ഷേ അതുള്ളിൽ നമുക്ക് ടച്ച് ചെയ്യാം, പോപ്പ് അല്ല. അതുകൊണ്ട് കുറച്ച് മെക്കാനിക്കൽ ഇഷ്യൂസ് കുറയും. വലിയൊരു ഗ്രീൻ ഹൗസാണ്. അവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഷേപ്പും അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹിപ്പ് ഫോർമേഷനും ആ പില്ലറെല്ലാം തന്നെ ഒരു സ്ട്രോങ് എലമെൻറ്റാണ് ഡിസൈൻ്റെ. ലൈൻസ് ഒന്നും ഇല്ലെങ്കിലും ആ കാവിങ് ഭയങ്കര അട്രാക്റ്റീവായിട്ടുണ്ട്. പിന്നെ വീണ്ടും മസറാട്ടിയുടെ ലോഗോ ഇവിടെ കാണാം. റിയറിലൊക്കെ വരുമ്പോൾ നമുക്കൊരു സിമിലറായിട്ട് തോന്നുന്ന രീതിയിൽ ഡിസൈനാണ്. അത് മസറാട്ടിയുടെ മാത്രമല്ല, എനിക്ക് കുറച്ചൊരു ജാഗോർ എലമെൻറ്റ്സ് F-Pace എന്നെല്ലാം വന്നിട്ട് തോന്നുന്നുണ്ട്. കുറച്ചൊരു എവിടേക്കോ കായൻ്റെ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫീലും വന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഡിസൈൻ പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഡിസൈൻ ഫോമാറ്റ് ഉണ്ട്. സ്പോയിലർ വന്നിട്ടുണ്ട്. അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റ്സും കാണാം. ഷാർക്ക് ഫിൻ ആയിട്ടുള്ള ആൻറ്റിന ഉണ്ട്. വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ മസറാട്ടി ലോഗോവും പിന്നെ നമ്പർ പ്ലേറ്റെല്ലാം വന്നിട്ട് എൻഗേജ് ആയി നിൽക്കുന്ന രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു ബാറുണ്ട്. അത് ആക്ച്വലി ഇതിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള മോഡലിൽ ക്രോമായിട്ട് കാണാം. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഡിഫ്യൂസേഴ്സ് എല്ലാം ഡിസൈനിൽ വന്നിട്ടുണ്ട്. റിയൽ ഡിഫ്യൂസേഴ്സ് അല്ല, പക്ഷേ അവിടെയും കാർബൺ ഫൈബർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഒരു ക്വാഡ് എക്സോസ്റ്റ് നിൽക്കുന്നുണ്ട്. അത് അട്രാക്റ്റീവാണ്. നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യുന്ന ബൂട്ടാണ്. തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പക്ഷേ ഇവിടെ ഒരു സ്പേസ് സേവർ വീല് വരുന്നുണ്ട്. അത് പക്ഷേ പുറത്തേക്കാണ് നിൽക്കുന്നത്, ഇവിടെ ബൂട്ടിൻ്റെ അടിയിലേക്കല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഗേജ് ഇങ്ങനെയെല്ലാം വെക്കേണ്ടി വരും.
അപ്പോൾ ആ ഒരു ലഗേജ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീലെടുത്ത് പുറത്ത് വെക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. മൊത്തത്തിൽ ഡിസൈനിൽ ബേസിക്കലി മെസറാട്ടിയുടെ ചില എലമെൻറ്റ്സ് ഉൾക്കൊള്ളിച്ചെങ്കിലും ഒരു കോമൺ ഒരു നോൺ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ഡിസൈൻ പോലെയുള്ള ഫീലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ അല്ല, വിച്ച് ഇസ് ഗുഡ് ഇൻ എ വേ. കാരണം ആളുകൾക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ അതർ വേ ലൈക്ക് നോർമലി മെസറാട്ടിയിൽ ഉണ്ടായിരുന്ന ചില എലമെൻറ്റ്സ് ഉണ്ട് ഒരു യൂണിക്കായി നിൽക്കുന്ന, അത് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യാത്ത പോലെയാണ് ഗ്രസാലയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ ട്രോഫി ആയതുകൊണ്ട് ഈ ഒരു സ്പോട്ടി എലമെൻറ്റ്സ് മേക്ക് ഇറ്റ് ലുക്ക് എസ്പെഷ്യലി ഇൻ ദിസ് ബ്ലാക്ക് കളർ. നിങ്ങൾക്ക് എന്ത് തോന്നി ഡിസൈനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. മെസറാട്ടി ഇതിൽ കൊടുത്തിരിക്കുന്ന ഇവരുടെ അൾട്ടിമേറ്റ് സൂപ്പർ കാർ ആയിട്ടുള്ള MC20 അതേ എഞ്ചിനാണ്. 3 ലിറ്റർ V6 ആയിട്ട് വന്നിരിക്കുന്ന എഞ്ചിൻ, പക്ഷേ ഡീറ്റ്യൂൺഡ് ആണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 523 HP 620 Nm ടോർക്കാണ്. മേറ്റ് ചെയ്തിട്ടുള്ള 8 സ്പീഡ് ഗിയർ ബോക്സിലാണ്. 4 wheel drive സിസ്റ്റം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ പ്ലേസിംഗ് ആണ്. എഞ്ചിൻ ഇവിടെ നിന്നല്ല തുടങ്ങുന്നത്, ഇവിടെ നിന്നാണ്. അപ്പോൾ ആക്ച്വലി ഫ്രണ്ട് ആക്സിലിൻ്റെ മേലെ എഞ്ചിനിൽ, അപ്പോൾ ഫ്രണ്ട് മിഡ് എഞ്ചിൻ ഒരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇൻ്റർകോളറും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് നിറച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാലൻസ് ഡിസ്ട്രിബ്യൂഷനിലാണ്. വെയിറ്റ് ബാലൻസ് ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയായിരിക്കും, വിച്ച് ഇസ് കോർ എലമെൻറ്റ്. കാരണം മെസറാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് ഡൈനാമിക്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഡ്രൈവിൽ മനസ്സിലാക്കാം. ഏതായാലും അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്ന എഞ്ചിനാണെങ്കിലും ഡ്രോബാക്ക് ഇസ് സാധാരണ മോഡലിലും പോകുമ്പോൾ ഉള്ളിലേക്ക് ചെറിയ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ സൗണ്ട് വരില്ല, പുറത്ത് എക്സോസ്റ്റിൽ അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. അത് മെസറാട്ടിയുടെ ഒരു എലമെൻറ്റാണ്. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് മെസറാട്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ആളുകൾക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന സൗണ്ടാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ചോദിച്ചിരുന്നത് കറക്റ്റാണോ, പലരും അഭിപ്രായങ്ങളെല്ലാം പറയുന്നത് പല പോലെ. എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് കാണാവുന്ന ഈ ഒരു V6 എഞ്ചിനാണ്. അപ്പോൾ അതിലുള്ള പെർഫോമൻസ് നമ്മൾ നോക്കാം. 0 to 100 ഇവർ ക്ലെയിം ചെയ്യുന്നത് 3.7 seconds ആണ്, which is quite good for such a car. But let's check the performance. ഇനി നമുക്ക് ഗ്രസാലെ ട്രോഫിയുടെ എക്സോസ്റ്റ് നോട്ട് കേട്ടാലോ. How is it? നിങ്ങൾ കമൻറ്റിൽ പറയണം. സോ ഗ്രസാലെ ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു മിഡ് സൈസ് SUV ആണ്. അത് ബേസിക്കലി നമ്മൾ കാണേണ്ട ഒരു ടാർഗറ്റ് ഓഡിയൻസ് പറഞ്ഞാൽ മിക്കവാറും ഒരു യങ് ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ അതുപോലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ്. യങ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30s early 40s ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കുള്ള ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് ഈ ഒരു മോഡലിന് ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി ട്രോഫി ആയതുകൊണ്ട് അതിൻ്റെ അഫോർഡബിലിറ്റിക്ക് നോക്കുകയാണെങ്കിൽ വർക്കെല്ലാം ഒരു സെറ്റിലായി കുറച്ച് എക്സ്പെൻസീവ് വണ്ടി ഉപയോഗിക്കാമെന്നുള്ള പ്രൈസിലെത്തുമ്പോഴാണ് ഇങ്ങനത്തെ വണ്ടി വാങ്ങാൻ പറ്റും. അപ്പം ലേറ്റ് 20s പറ്റുമായിരിക്കും, 30s ആളുകൾക്ക് പറ്റും, early 40s. പിന്നെ അങ്ങോട്ട് വരുമ്പം ഇറ്റ്സ് സ്പേസ് ഫോർ ആക്ച്വലി വലിയ വണ്ടി ലവാന്തെ പോലെ വണ്ടികൾക്കുള്ള ഒരു സ്പേസ് ആണത്. ഹാവിങ് സെഡ് ദാറ്റ് ഈ ഒരു വണ്ടീൻ്റെ ഒരു യങ് അപ്പീലുണ്ട്, അത് നമുക്ക് എല്ലായിടത്തും കാണാം. എസ്പെഷ്യലി ഈ ട്രോഫി ആയതുകൊണ്ട് ട്രോഫീൻ്റെ ഒരു ബ്ലാക്ക് റെഡ് സ്റ്റിച്ച് ഇതെല്ലാം തന്നെ ഒരു ശരിക്കും ഒരു എന്താ പറയുക യങ് അപ്പീലുള്ള രീതിയിലുള്ള. പിന്നെ ഞാൻ ഇപ്പോൾ ദുബായിൽ ഓടിക്കുമ്പം ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു യുണീക്ക്നെസ് ഉണ്ട്. കാരണം ദുബായിലെ പോലുള്ള മാർക്കറ്റ് എല്ലാ വണ്ടികളും ഒരുപാടുണ്ട്, നമുക്കറിയാം. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബ്രാൻഡാണെങ്കിലും പുതിയ ബ്രാൻഡെല്ലാണെങ്കിലും ഇവിടെ പ്രസൻസ് ഉണ്ട്. പക്ഷേ ഒരുപാട് കാണാത്ത വണ്ടിയാകുമ്പോഴുള്ള യുണീക്ക്നെസ്സാണ് പലപ്പോഴും മെസറാട്ടി പോലുള്ള ബ്രാൻഡിന് ആളുകൾ കാണുന്ന ഒരു USB. അപ്പോൾ അതിലിപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിന് പോയ സമയത്തും അവിടെയുള്ള ഒരു ഒഫീഷ്യൽ താഴെ വണ്ടിൻ്റെ അടുത്ത് വരെ സി ഓഫ് ചെയ്യാൻ വന്നു, വണ്ടി കാണാൻ കൂടുതൽ വന്നു. അപ്പോൾ വന്ന സമയത്ത് പുള്ളി വാങ്ങാൻ ഉദ്ദേശിക്കുന്നതായിട്ട് പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ, ഈ ഒരു വണ്ടി വാങ്ങിയാൽ നമ്മളൊരു 10 ആൾക്കാരുടെ അടുത്ത് പോകുമ്പം ഒരു യുണീക്കായിട്ട് ഈ ഒരു വണ്ടീൻ്റെ അടുത്ത് മാത്രമുള്ള ഒരു സിറ്റുവേഷൻ എന്നാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഇതിൻ്റെ മെസറാട്ടി എന്ന ബ്രാൻഡ് USB തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് വോള്യൂം കാർ. അത് മെസറാട്ടിയിലെ ബ്രാൻഡിലൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് പോലെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇൻറ്റീരിയർ ഈസ് ക്രാഫ്റ്റഡ് വെരി യൂത്ത്ഫുള്ളി, എന്നാൽ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡും അല്ല. കുറച്ചുകൂടി ഞാൻ പറഞ്ഞ ഒരു 40s ആളുകൾക്കെല്ലാം അബ്സോർബ് ചെയ്യാവുന്ന രീതിയിൽ ഡിസൈനാണ്. മെയിൻലി ഒരു ഹൈലൈറ്റ് നിൽക്കുന്ന എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മെസറാട്ടിയുടെ ഒരു ക്ലോക്ക് ഇവിടെ ഉണ്ടാവും. അത് അനലോഗ് ആയിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്, അതിനൊരു ഓൾഡ് ബ്യൂട്ടി ചാം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഉള്ളത് സാധാരണ ന്യൂ ജനറേഷൻ സ്മാർട്ട് വാച്ചിനെ പോലെയാണ്. ഞാൻ കാണുന്നത് അനലോഗ് ആണെങ്കിൽ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഡിജിറ്റലായിട്ടും മറ്റെല്ലാം അതിൽ കാണാം. അപ്പോൾ ബേസിക്കലി ഇതൊരു ഡിജിറ്റൽ ഫോമിലുള്ള അനലോഗ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്ന വേറൊന്നുമല്ല, ഇന്നത്തെ ജനറേഷൻ പോകുന്ന ഒരു ഫ്ലോ ആണ്. നമുക്കറിയാം ഇപ്പം നമ്മളിൽ പലരും വലിയ വാച്ചുകളെല്ലാം ഉണ്ടെങ്കിലും ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതെല്ലാം സ്മാർട്ട് വാച്ചുകളാണ്. അതിൽ പല കാര്യങ്ങളുണ്ട്.
അതും ടൈം അറിയാമെന്നുള്ളതിനേക്കാളും ഞാൻ വാച്ച് ഒരു ആക്ച്വലി ഒരു ഓർണമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്സസറി മെൻ ആക്സസറി ആയിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഐ ലവ് അനലോഗ് വാച്ചസ്. ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് ഇറ്റ് ആസ് ഫോർ പർപ്പസ്. ലൈക്ക് ഇപ്പം സ്മാർട്ട് വാച്ച് ആണെങ്കിൽ അതിൽ ഡെയിലി വാക്സ്, എത്ര സ്റ്റെപ്പ്, ഹെൽത്ത്, അങ്ങനെയുള്ള പലതും നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ അടുത്തൊരു ഫോറിനറുടെ ഒരു റീല് കണ്ടിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വാച്ച് കാണിച്ചിട്ട് ഒരു ആപ്പിൾ വാച്ച് കാണിച്ചിട്ട് പറഞ്ഞു, സോ ദിസ് വാച്ച് ഷോ മീ മൈ ഹെൽത്ത്, മൈ സ്റ്റെപ്സ്, അതിനുള്ള പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആൻഡ് ഐ എം ലിവിങ്. എന്നിട്ട് പുള്ളി അപ്പം തന്നെ റോളക്സിൻ്റെ ഒരു വാച്ച് ഇട്ടിട്ട് ദിസ് വാച്ച് ഡസൻ ഷോ മീ എനിത്തിങ് ബട്ട് സ്റ്റിൽ ഐ എം ലിവിങ്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ വാച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പല കാര്യങ്ങളും ഇൻഫർമേഷൻ അറിയാതിരിക്കും. പക്ഷേ അത് വേണ്ടവർക്ക് അത് വേണം എന്നുള്ളതാണ്. എല്ലാത്തവർക്ക് ഡസൻ കെയർ അറ്റ് ഓൾ. ഈ ഒരു ക്ലോക്കാണ് ഇൻറ്റീരിയറിലൊരു വലിയൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നതെങ്കിൽ അതിൽ പണ്ടത്തെ ഒരു ചാം ഉണ്ടായിരുന്നത് ആക്ച്വലി അവിടെ ഒരു അനലോഗ് ക്ലോക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പോയി. പക്ഷേ ന്യൂ ജനറേഷന് പറ്റുമായിരിക്കും. താഴെ തന്നെ ഒരു 2 സ്ക്രീനാണ്, ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനും 10.25 ഇഞ്ച് സ്ക്രീന്. താഴെ ഫുൾ കൺട്രോൾസ്, അതായത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു സ്ക്രീനാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്കിട്ട് റോഫ് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ വേറെ ഒന്നിനുള്ളല്ല, ഡ്രൈവ് സെലക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഗിയർ ലിവർ ഇവിടെയില്ല, അതിവിടെ ബട്ടൺസാണ്. അപ്പോൾ ആ ബട്ടൺസ് നമുക്ക് യൂസ്ഡ് ആയി വരാൻ സമയമെടുക്കും. അത് നോട്ട് ഈസി. കാരണം നമ്മൾ പെട്ടെന്നായിരിക്കും നമ്മൾ റിവേഴ്സ് അല്ലെങ്കിൽ യു ടേണിൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 3.1 ടേൺ എടുക്കുമ്പോൾ റിവേഴ്സ് ഡ്രൈവ് ഇതെല്ലാം തപ്പ് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും പരിചിതമായാലേ തന്നെ മാറുള്ളൂ. അതിൻ്റെ താഴെ ഫുള്ള് ഹാപ്റ്റിക് ടച്ചോട് കൂടിയുള്ള കൺട്രോൾസിലാണ് എല്ലാ കൺട്രോളും വരുന്നത്. അതിൽ നമുക്ക് AC കൺട്രോളാണെങ്കിൽ ശരി, ഓട്ടോ സ്റ്റാർട്ട് ഓഫ് ശരി, പാർക്ക് സെൻസർ ആണെങ്കിലും, പിന്നെ ഈവൻ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടുന്ന കുറയ്ക്കുന്നവരെ ഇവിടെ നമുക്ക് ചെയ്യാം. സീറ്റ് കൺട്രോളും സീറ്റ് കൂളിങ്ങും എല്ലാം ഇതിൽ കിട്ടുന്നുണ്ട്. എല്ലാ ഫംഗ്ഷനും ഇവിടെ ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് ടച്ച്, ആ സംഗതികൾ. അപ്പോൾ അതുകൊണ്ട് ആ ടച്ച് ഫാക്ടർ ഉണ്ട്. പിന്നെ സ്റ്റിയറിങ് ഒരു ടിപ്പിക്കൽ ഒരു മെസറാട്ടി ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്, സ്പോർട്ടിയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രിഫറഡ് ആയിട്ടുള്ള ലെതറുണ്ട്. വലിയ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഫെറാറി ഇൻസ്പയർഡ് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഇത് രണ്ടും ഇറ്റലിയിലെ മൊണ്ടേന എന്ന് വരുന്ന ബ്രാൻഡ്, അതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ ടേണിംഗ് സ്റ്റിയറിംഗ് ചെയ്ത് തന്നാലും പാഡൽസ് ഇവിടെ നിൽക്കും. അത് സ്പോർട്സ് കാർ എലമെൻറ്റാണ്. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ബട്ടണിൽ സെലക്ട് ചെയ്യുന്ന മറ്റുള്ള മോഡൽസ് ഉണ്ട്, ലംബോർഗിനി പോലുള്ള ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഗിയർ സെലക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റും പെഡലിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിലപ്പോൾ പാഡലിൽ നമുക്ക് ശരിക്കും ന്യൂട്രലോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാർക്കിൽ നിൽക്കുമ്പോൾ പാഡലിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് സാധാരണ ലംബോർഗിനി ഫെറാറിലുള്ളതാണ്, അതില്ല. ഇപ്പോൾ ഡ്രൈവിൽ തന്നെ വേണം. അപ്പോൾ പാഡൽ ഷിഫ്റ്റേഴ്സ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാം. ബട്ട് പെഡലിൽ വലുതാണ്. സ്റ്റിയറിംഗിൽ തന്നെ സ്റ്റാർട്ട് ഓഫ് ബട്ടൺ ഉണ്ട്. ഇവിടെ തന്നെ ഡ്രൈവ് മോഡ് സെലക്ഷൻസ് ഉണ്ട്. 4 ഡ്രൈവ് മോഡുകൾ, കംഫർട്ട്, അതേപോലെ തന്നെ GT, സ്പോർട്ട്, കോർസ. ഇത് 4 മോഡുകളിൽ ഇക്കോ ഇല്ല, അത് ട്രോഫിയോയിൽ ഇക്കോ വരുന്നില്ല. അപ്പോൾ അങ്ങനെ 4 മോഡും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അതും തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ ഉപയോഗിക്കാം. ഇൻറ്റീരിയർ പറയുമ്പോൾ നല്ലൊരു രസമുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് മിക്സാണ്. അതിൽ നമുക്ക് കുറച്ച് V1 മെറ്റീരിയലായിട്ട് കാണാം. നമ്മൾ പറയുന്ന പോലെ ആണെങ്കിൽ കാർബൺ ഫൈബർ പോലെ തോന്നിക്കും, എന്നാൽ അതല്ല. കാർബൺ ഫൈബറിന് ക്ലിയർ ഇല്ലാത്ത പോലത്തെ ഒരു ഫിനിഷാണ്. ഇവിടെ ഒരു പെർഫറേറ്റഡ് ലെതർ ഫീൽ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം ലെതർ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ പ്ലാസ്റ്റിക് ഫീൽ ഉണ്ട്. ബാക്കി ഇവിടെ എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഡോർ പാഡും എല്ലാം തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്കിവിടെ കാർപ്ലേയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റവും ഡീസൻ്റ് ആണ്. അതിന് പുറമെ മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു രാജ്യത്തിലുള്ള മെയിൻലി ചൂട് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് നല്ലൊരു AC സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ സീറ്റിലാണെങ്കിൽ ഹീറ്റിങ്ങും വെൻറ്റിലേഷനും വരുന്നുണ്ട്. അതിൽ വെൻറ്റിലേഷൻ നല്ല കൂളിംഗ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള AC ആണ് ആക്ച്വലി ഇവിടെ മെസറാട്ടി നൽകിയിട്ടുള്ളത്. പിന്നെ സൗണ്ട് സിസ്റ്റം വന്ന് സോണസ് ഫൈബറിൻ്റെ ആണ്. അതിലിവിടെ ട്വിറ്ററിലും വന്നിട്ടുണ്ട്. ഒരു കാര്യമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മെസറാട്ടിയുടെ എലമെൻറ്റ്സ് നമ്മൾ ഡിസൈനിൽ കാണാം. പക്ഷേ ചിലത് സ്റ്റെലാൻറ്റിസ് എലമെൻറ്റ് ഉണ്ട്. അതിലൊരു മെയിൻ കാര്യമുണ്ട്, എനിക്ക് വലിയ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഫിയറ്റിൽ വന്നിരുന്ന പോലെയാണ് ഇവിടുത്തെ സൗണ്ട് കൺട്രോൾസ് ഉള്ളത്. സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലാണല്ലോ. ഇവിടെ സൗണ്ടും ഇവിടെ ചാനൽ ചേഞ്ച് ചെയ്യാനുള്ളത്. ഇവിടെ മ്യൂട്ട് ബട്ടൺ ഉണ്ട്. ഇത് അറിയാത്ത ഒരാൾ സ്റ്റിയറിങ്ങിൽ തപ്പി മടുക്കും, കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെയാണ് സൗണ്ട് കൺട്രോൾ. പക്ഷെ അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ സൗണ്ട് ഇത് കൺട്രോൾ ചെയ്യുക. ഇവിടെ നോക്കേണ്ടില്ല. ഇവിടെയും നമുക്ക് മൾട്ടി ഫങ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ ബട്ടൺസിൽ കുറച്ചൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഗ്രേറ്റ് അല്ലാത്ത പോലെയുള്ളത്. പിന്നെ സെൻറ്ററിൽ നല്ലൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു USB-യും USB-C ചാർജറും ഉണ്ട്. കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, അത്യാവശ്യം വലിയ. പിന്നെ സീറ്റാണ്. സീറ്റ് അത്യാവശ്യം നല്ല പ്ലഷി ആയിട്ട് നല്ല സൈഡ് ബ്ലോസ്റ്റേഴ്സിലുള്ള സീറ്റാണ്. നമുക്ക് തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള. റിയറും ഡീസൻറ്റ് സ്പേസ് ആണ് 2 പേർക്ക്.
അടിപൊളിയാണ്. 3 പേര് ഇല്ല, മൂന്നാമത്തെ ഒരു കുട്ടിയായിരിക്കും നല്ലത്. 2 പേർക്ക് അത്യാവശ്യം എൻ്റെ സൈസുള്ള ആളുകൾക്കെല്ലാം തന്നെ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റിൽ ഇങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് ഉള്ള കുഴപ്പം വെച്ചാൽ കുട്ടികൾക്ക് ഹൈറ്റ് കുറഞ്ഞ കുട്ടികളെല്ലാകുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും കുട്ടികൾക്കും പുറത്തേക്കുള്ള വ്യൂ കുറച്ച് കട്ടാവും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല വ്യൂവും കാര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ മറ്റൊരു പ്രത്യേകത ഡ്രൈവിംഗ് മോഡ്സാണ്. അപ്പോൾ നമുക്ക് 5 ഡ്രൈവിംഗ് മോഡ് ഉണ്ട്. കംഫർട്ട്, GT, സ്പോർട്ട്, കോർസ, അതേപോലെ തന്നെ ഓഫ് റോഡ് മോഡിലും അതേപോലെ സ്പോർട്ട് കോർസ മോഡിലും സസ്പെൻഷൻ ഓട്ടോമാറ്റിക്കലി അപ്പ് ചെയ്യും ലോവർ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഓഫ് റോഡ് മോഡ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ലിഫ്റ്റ് ആവും വണ്ടി. അതേപോലെ തന്നെ നമ്മളിപ്പം കോർസ മോഡ് എടുത്തു കഴിഞ്ഞാലും സ്പോർട്ട് മോഡ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ലോവർ ചെയ്യുകയും ചെയ്യും. അത് ആക്ച്വലി ഇതിൻ്റെ എയറോഡൈനാമിക്സിനെല്ലാം തന്നെ കൊടുത്തിനും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടാനാണ്. ഇനി അതെല്ലാം നമുക്ക് കംഫർട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതും പോസിബിളാണ്. ഡ്രൈവിംഗ് സിറ്റുവേഷനും കണ്ടീഷനും വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യമുള്ളത് ഇൻറ്റീരിയറിലെ ഡോറാണ്. ഡോഴ്സിൽ ഉള്ളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരു പ്രസ് ബട്ടണിലാണ് ഇത് ഓപ്പൺ ആവുക. പ്രസ് ബട്ടൺ നമുക്ക് ഡോറിൻ്റെ ഹാൻഡിൽമേൽ തന്നെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്തില്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള മാനുവൽ ബട്ടണും ഈ ഡോർ പാഡിൻ്റെ പോക്കറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. ഓൾട്ടുഗദർ ഈ ഒരു സൈസ് ഓഫ് വെഹിക്കിളിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. ഡീസൻറ്റ് സ്പേസ് ആണ്. പിന്നെ വലിയൊരു പാനോമിക് സൺറൂഫ് ഉണ്ട്. ബ്ലാക്ക് ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഒരു ബ്ലാക്ക് ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഡ്രൈവ് ആസ്പെക്റ്റിലേക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ലിറ്റർ V6 എഞ്ചിനാണ്. MC20 എന്ന് പറഞ്ഞുള്ള മെസറാട്ടിയുടെ സൂപ്പർ കാറുണ്ട്. അതിൻ്റെ എഞ്ചിന് ഡീട്യൂൺ ചെയ്തിട്ടാണ് ഇതില്ല. ഡീട്യൂൺ ചെയ്താലും 523 HP ഉണ്ട്, 620 Nm ടോർക്കും ഉണ്ട്, HP ഗിയർ ബോക്സ് ആണ്, 4-wheel drive സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫിഗേഴ്സാണ്. ഹൗ ഡസ് ദിസ് പെർഫോം? ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായിലെ ജുമൈറയിലാണ്. ജുമൈറ പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രാഫിക്കിലുള്ള സ്ഥലമാണ്, അധികം പൊളിക്കാൻ പറ്റില്ല. ട്രാഫിക്കിൽ നമുക്ക് ബമ്പർ ടു ബമ്പർ സ്ഥലത്തെല്ലാം തന്നെ പൊളിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഹൈവേയിലാണെങ്കിൽ നമുക്ക് പൊളിക്കാവുന്ന 2 മോഡ് ഇതിലുണ്ട്, സ്പോർട്ടും കോർസയും. ഹൈവേയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രൈവ് റോഡ് കിട്ടിയാൽ നമ്മൾ സിറ്റിയിലാണ് ഏറ്റവും ബെസ്റ്റ്, ഈതർ GT ഓർ കംഫർട്ട്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഓപ്ഷനുള്ളൂ. അങ്ങനെ പോകുമ്പോഴുള്ള ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ ഈ എൻജിൻ ഫീൽ ലൈക്ക് എ 4 സിലിണ്ടർ എൻജിൻ, സൗണ്ടിങ് ഇസ് ലൈക്ക് ദാറ്റ്. ഇതിൻ്റെ ഉള്ളിലിരിക്കും. ബട്ട് ഞാൻ പറഞ്ഞു, ബട്ട് എക്സോസ്റ്റിൽ നിങ്ങൾ കേട്ടല്ലോ, അമേസിങ് എക്സോസ്റ്റ്. അതിപ്പോൾ നോർമൽ കംഫർട്ട് മോഡിൽ പോലും പവർ ചെയ്യുമ്പം ശരിക്കും സൗണ്ട് ഉണ്ട്. അത് നമ്മൾ കേൾക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ വിൻഡോ കുറച്ച് തുറന്ന് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താവണം. അല്ലെങ്കിൽ സ്പോർട്ട് മോഡിലോ അല്ലെങ്കിൽ കോർസയിലോ പോകുമ്പോഴോ പൊട്ടിത്തെറി കേൾക്കണമെങ്കിൽ നമുക്ക് ഉള്ളിൽ തന്നെ കേൾക്കാം. പക്ഷേ കംഫർട്ട് മോഡിൽ കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. അത് ഞാനിപ്പം ഈ ട്രാഫിക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാണ് കംഫർട്ട് മോഡിലുള്ള നമുക്കുള്ള സൗണ്ട്. ഇനി ഇതിപ്പോൾ സ്പോർട്ടാണ്. ആ പൊട്ട് അവിടെ ഗിയർ ഷിഫ്റ്റിൽ തന്നെ കിട്ടും. ഒന്നുകൂടെ കാണിക്കാം, കാരണം അവിടെ അധികം സ്പീഡ് എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അത് കിട്ടും. ഒന്നുകൂടെ കോർസയിലേക്ക് മാറ്റി കഴിയുമ്പോൾ കുറച്ചുകൂടെ ആ പൊട്ടിൻ്റെ സൗണ്ട് കൂടും. ഇതെന്തായാലും ഉള്ളിൽ ഇത്ര കേൾക്കുന്നുള്ളൂ. പക്ഷെ റിയൽ എക്സോസ്റ്റിന് വരുന്ന സൗണ്ടാണ് ഇവിടെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതൊരു എലമെൻ്റാണ്. അത് മെസറാട്ടിക്ക് എപ്പോഴുള്ളൊരു എലമെൻ്റാണ്, വിച്ച് ഇസ് ക്വൈറ്റ് ഗുഡ്. സോറി, ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു സൗണ്ട് നാച്ചുറൽ സൗണ്ടാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പുഷ്. ഒരു 3000 RPM വരെ നോർമൽ ഫീലാണ് നിൽക്കുന്നത്. 2500 to 3000 വരെ ഇങ്ങനെ നിൽക്കും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എക്സോസ്റ്റ് കൂടി വന്ന് ഹൈ റവ് 6 എത്തുമ്പോഴേക്കാണ് ശരിക്കും ആ പൊട്ടിത്തെറി കിട്ടുന്നത്. അങ്ങനെ നമുക്ക് കിട്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ചേഞ്ച് ആകുമ്പോൾ തന്നെ ബാക്ക് ഫയർ കിട്ടും, ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. സോ ആ സമയത്താണ് നമ്മൾ ഈ ട്രോഫിയോ എന്നുള്ള ഒരു എലമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു വണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 0 to 100 നമുക്ക് 3.7 സെക്കൻഡ്സിലെല്ലാം വരാറുണ്ട്. ഇറ്റ്സ് ഓൺ പേപ്പർ ഇസ് ഗ്രേറ്റ്, ബട്ട് ഹൗ ടു ഫീൽ ഇറ്റ് ഇതാ. സോ ഇതിവിടെ അധികം ചെയ്യുന്നതല്ലല്ലോ. ഈ ഒരു എലമെൻ്റാണ് ഈ ട്രോഫിയോ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത്. ദാറ്റ് റിയലി വർത്ത് ഫോർ ദ മണി.
ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ദിസ് ഇസ് ആക്ച്വലി മെൻ ഫോർ. ഗസാലെ എന്നുള്ള വണ്ടിക്ക് ഏറ്റവും വേണ്ട സാധനം ട്രോഫിയോ മോഡാണ്, ട്രോഫിയോ വേരിയൻ്റ് ആണ്. ഇല്ലെങ്കിൽ ഇറ്റ് ഫീൽ ലൈക്ക് അനദർ ക്രോസ് ഓവർ SUV. ഇനി ഇതിൽ പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൈനാമിക്സ് ആണ്. അമേസിങ് സസ്പെൻഷൻ ട്യൂണിങ്, നല്ല ഹോൾഡ് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് ഇസ് ഓൾസോ വെൽ ട്യൂൺഡ്. നമുക്ക് വിചാരിക്കുന്ന പോലെ കൺട്രോൾ ലഭിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സ്പീഡിൽ ടേൺ എടുക്കുമ്പം. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് തോന്നുന്നില്ല. ഇതെല്ലാം വലിയ എലമെൻറ്റാണ്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള ഞാൻ പറഞ്ഞൊരു കാര്യം നേരത്തെ എഞ്ചിൻ കാണിച്ച വെയിറ്റ് ബാലൻസിങ് ആണ്. അപ്പോൾ ഫ്രണ്ട് മിഡ് എഞ്ചിൻ ആയതുകൊണ്ടും ബോഡി വെയ്റ്റിൻ്റെ ഒരു 50-50 പോലെയുള്ള റേഷ്യോയിലേക്ക് എത്തുന്നതും ഇതിന് ബാലൻസും ഗുണം ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ദർ ഇസ് എ 4-wheel drive system which also is meant to have a better performance on road rather than off-roading. Off-roading decent ആയിട്ടുള്ള ഒരു ഇവിടുത്തെ പോലത്തെ ഡെസേർട്ട് ഓഫ്-റോഡിങ്ങിൽ ചെയ്യാം. ബട്ട് ദിസ് പെർഫോമൻസ് ഓൺ റോഡ് വിത്ത് ദിസ് സിസ്റ്റം ഈസ് മൈൻഡ് ബ്ലോയിങ്. ദാറ്റ് റിയലി മാറ്റേഴ്സ്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്. നമുക്കറിയാം ഈ ഒരു SUV കാറ്റഗറിയിൽ വാങ്ങുന്ന ആൾക്കാർ ആരും തന്നെ ലോങ് ഓഫ് റോഡിനൊന്നുമല്ല പോവും, ലോങ് പോവും. അത് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പോലത്തെ ആണെങ്കിൽ ദുബായിലാണെങ്കിൽ കുറച്ചൊരു ഡെസേർട്ടഡ് ആയിട്ടുള്ള കുറച്ച് മണ്ണ്, അല്ലെങ്കിൽ പ്യുവർ ഡെസേർട്ട് അല്ലെങ്കിൽ മണ്ണും കല്ലുള്ള ചെറിയ ഓഫ് റോഡിങ് ഇതെല്ലാം ചെയ്യാം. ഒരു ഹാർഡ് കോർ ഓഫ് റോഡിലേക്ക് വണ്ടി പോകാൻ ചാൻസ് ഇല്ല. നമ്മളിവിടെ സാധാരണ പറയും കച്ചാന്ന് പറയും, മെയിൻ പാർക്കിംഗ് അല്ലാത്ത ഏരിയ. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു ഓഫ് റോഡ് പോലെ. അപ്പോൾ അത്തരമുള്ള ഘട്ടത്തിലെല്ലാം തന്നെ ഡീസൻ്റായിട്ട് പെർഫോം ചെയ്യുന്ന 4-wheel drive സിസ്റ്റം ഉള്ളത് കാര്യമാണ്. പിന്നെയുള്ള മെസറാട്ടി ഈസ് മെൻ ഫോർ എ റോഡ് കാർ. അതിനുള്ള പെർഫോമൻസ്, ബ്രേക്കിംഗ് എഫിഷ്യൻസി, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റെസ്പോൺസ് എല്ലാം അമേസിങ്. കംഫർട്ട് എലമെൻറ്റും ഇതുവരെ എനിക്ക് ഇവിടെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. റോഡ് അങ്ങനത്തെയാണ്. സസ്പെൻഷൻ റിയലി മെൻ ഫോർ ഡ്രൈവേഴ്സ് കാർ, ബട്ട് കംഫർട്ട് ഈസ് ഓൾസോ സോർട്ടഡ്. പിന്നെ മെസറാട്ടി എന്ന് പറയുമ്പം ഉള്ളൊരു ഫാക്ടറാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ എപ്പോഴും യൂസർ എക്സ്പീരിയൻസ് ആണ്. സോ നോർമലി ഇറ്റാലിയൻ കാർസ് ഒരു പറയുമ്പോൾ തന്നെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് നമുക്ക് മനസ്സിലാവാറുണ്ട്. സോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റെലാൻഡിസ് ആസ് എ ഗ്രൂപ്പ് ദേ ഹാവ് ഗ്രൂപ്പ് കൺസേൺസ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള RRDയുടെ എക്സ്പീരിയൻസുകൾ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇമ്പ്രൂവ് ഐ ക്യാൻ സീ ഹിയർ. ഐ തിങ്ക് ഐ ക്യാൻ so this is what you can really enjoy with such SUV. സ്പോർട്ട് ക്യാരക്ടറോട് കൂടിയുള്ള ഒരു ക്രോസ് ഓവർ SUV ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. ആൻഡ് ഇൻ ദാറ്റ് റെസ്പെക്ട് ഇറ്റ്സ് എ റിയലി എ കൺസിഡറബിൾ മോഡൽ. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ ഈ ഒരു മാർക്കറ്റുള്ളവരാണെങ്കിൽ ഗോ ചെക്ക് ഔട്ട്, എക്സ്പീരിയൻസ് ഒക്കെ മേക്ക് യുവർ വേർഡിക്റ്റ്, ആൻഡ് ഇഫ് യു ക്യാൻ അഫോർഡ് ഗോ ആൻഡ് ബൈ ആൻഡ് എൻജോയ് ഇറ്റ്. സോ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും മെസറാത്തി ഗസാലെ ട്രോഫിയോ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യും ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ടൈം.